വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ സൗണ്ട് ആൻഡ് ഫ്യൂരി എന്നൊരു അമേരിക്കൻ നോവലാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ വില്യം ഫോക്നർ, who is an American writer. He is an American writer who is primarily known for his novels and short stories set in the fictional Yoknapatawpha County based on Lafayette County of Mississippi, where he spent most of his life. അപ്പോൾ വില്യം ഫോക്നർ ഒരു അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹീ ഈസ് മോർ ഫേമസ് ഫോർ ഹിസ് ഫിക്ഷണൽ ടൗൺ യോക്നപട്ടോവ. നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, നെറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുണ്ട് ഈ ഒരു യോക്നപട്ടോവ സിറ്റി. നമുക്കറിയാം ആർ കെ നാരായണൻ്റെ മാൽഗുഡി എന്ന ഫിക്ഷണൽ ടൗൺ, അതുപോലെ തന്നെയാണിത് യോക്നപട്ടോവ. ഓക്കെ, ഈ പ്ലേസ് മിസിസിപ്പിയിലാണ് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ ലൈഫ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നോവൽസിൽ അല്ലെങ്കിൽ വർക്ക്സിൽ ആ ഒരു പ്ലേസിൻ്റെയും ആ ഒരു അന്നത്തെ ക്ലാസിസം അല്ലെങ്കിൽ അന്നത്തെ റേസ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. Faulkner is considered one of the most celebrated writers of American literature, and specifically, he is considered one of the best writers of Southern literature. അദ്ദേഹം ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഓഫ് അമേരിക്കൻ ലിറ്ററേച്ചർ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന് സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്നത് എന്താണ്? ബെസ്റ്റ് റൈറ്റർ ഓഫ് ദി സദേൺ ലിറ്ററേച്ചർ എന്നാണ്. ഇവിടെ സദേൺ ലിറ്ററേച്ചർ എന്നുദ്ദേശിച്ചത് സദേൺ അമേരിക്കൻ ലിറ്ററേച്ചർ. അന്നത്തെ ആ ഒരു ടൈമിൽ അമേരിക്കയിൽ 2 ടൈപ്പ് ഓഫ് സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. നോർവേൺ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സദേൺ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഇഷ്യൂസ് നടന്നിരുന്നു, അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നോർവേൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ അന്നത്തെ ആഫ്രോ അമേരിക്കൻസിന് സ്ലേവറി, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അന്നത്തെ സ്ലേവറി സിസ്റ്റം അബോളിഷ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ദേ വാണ്ടഡ് അബോളിഷൻ ഓഫ് സ്ലേവറി ആൻഡ് ദേ വാണ്ട് ടു ഫ്രീ ദ ആഫ്രോ അമേരിക്കൻസ്. അവർ ആഫ്രോ അമേരിക്കൻസിനെ സ്ലേവ്സ് ആയി വെക്കുന്നതിൽ നിന്ന് ഫ്രീ ആക്കിയിട്ട് സ്ലേവറി എന്ന സിസ്റ്റം ഇല്ലാതെയാക്കാനാണ് അവർ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച കാര്യം അതാണ്. എന്നാൽ സദേൺ അമേരിക്കൻ സ്റ്റേറ്റിൽ അവർ ആഫ്രോ അമേരിക്കൻസിനെ സ്ലേവ്സ് ആക്കണം എന്ന് പറഞ്ഞവരാണ്. ബിക്കോസ് അവർക്ക് ഒരുപാട് പ്ലാന്റേഷൻ വർക്കും മറ്റും ഉണ്ടായിരുന്നു, കോട്ടൺ പ്ലാന്റേഷൻ വർക്കുകളും മറ്റുമൊക്കെ. അപ്പോൾ അതിലൊക്കെ പ്ലാന്റേഷൻ വർക്കേഴ്സിന് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ആഫ്രോ അമേരിക്കൻസിനെയാണ് അവർ സ്ലേവ്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് സ്ലേവ്സ് ഇല്ലാതെ വന്നു. അവരുടെ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ്, പ്ലാന്റേഷൻസൊക്കെ ഡിക്ലൈൻഡായി, അല്ലെങ്കിൽ അവരുടെ ഒരു ബെറ്റർ ലൈഫ്, സ്മൂത്ത് ലിവിങ്ങിലൊരു പ്രശ്നം വന്നു. ആ ഒരു ബെറ്റർ ഗോയിങ്ങിൽ ഒരു ചേഞ്ച് വന്നു. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ഒരുപാട് വർക്കേഴ്സിന് അതിലേക്ക് ആവശ്യമുണ്ട്. പക്ഷേ അതിന് അവർക്ക് സാധ്യമല്ല. കാരണം ഈ ഒരു അബോളിഷൻ, ഇപ്പോൾ നമുക്ക് അമേരിക്കൻ ഹിസ്റ്ററി നോക്കിയാൽ അറിയാം, അമേരിക്കൻ സിവിൽ വാർ ഇമ്പോർട്ടൻറ്റ് വണ്ണാണ്. ഈ ഫസ്റ്റ് വേൾഡ് വാർ പറയുന്നത് പോലെ തന്നെ ഈ അമേരിക്കൻ സിവിൽ വാറിന് ശേഷമാണ് അബോളിഷൻ ഓഫ് സ്ലേവറി ഉണ്ടായത്. ഈ അബോളിഷൻ ഓഫ് സ്ലേവറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അടിമകളാക്കി വെച്ചവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഫാക്ടറിയിലും അതുപോലെ തന്നെ പ്ലാന്റേഷൻസിലൊന്നും വർക്കേഴ്സിനെ തികയാതെ വരും. ആ ഒരു പ്രോബ്ലം അവരുടെ ലൈഫിനെ ഒരുപാട് ബാധിച്ചിരുന്നു. അതുപോലെ ഒരുപാട് ലൈഫ് എഫക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈഫ് സഫർ ചെയ്യേണ്ടി വന്ന ഒരു ഫാമിലിയിലായിരുന്നു വില്യം ഫോക്നറും ജനിച്ചത്. അപ്പോൾ നമുക്ക് വില്യം ഫോക്നർ ഈസ് എ സൗത്ത് അമേരിക്കൻ റൈറ്റർ എന്ന് പറയാം. അമേരിക്കൻ റൈറ്റർ എന്നതിലേറെ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് സൗത്ത് അമേരിക്കൻ റൈറ്റർ എന്ന് പറയാം. കാരണം അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നിന്ന് തന്നെ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ തീംസ്, അദ്ദേഹം മോസ്റ്റ്ലി കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആ ഒരു തീമാണ്. അന്നത്തെ സൗത്ത് അമേരിക്കൻ ഫാമിലീസ്, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ സൊസൈറ്റി, അവർ സഫർ ചെയ്ത ഒരുപാട് പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവരുടെ ഹ്യൂമിലിയേഷൻസ്, അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹം അങ്ങനത്തെ ഒരു ഫാമിലിയിൽ വന്നതാണ്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നോവൽസിലൂടെയും വർക്കിലൂടെയും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൗണ്ട് ആൻഡ് ഫ്യൂറി എന്ന നോവൽ MA ഇംഗ്ലീഷിൽ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. ഈ ഒരു നോവലിലും ഈ ഒരു തീം നമുക്ക് കാണാം. നമുക്ക് അതിലോട്ട് ഡിസ്കസ് ചെയ്യാം. അത് നമ്മൾ അതിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ ഹീസ് ബോൺ ഇൻ നോർത്തേൺ മിസിസിപ്പി. ഫോക്നേഴ്സ് ഫാമിലി മൂവ് ടു ഓക്സ്ഫോർഡ് മിസിസിപ്പി വെൻ ഹി വാസ് എ യങ് ചൈൽഡായ സമയത്ത് തന്നെ മിസിസിപ്പിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ഈസ് സ്പെൻഡ് ദർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫിക്ഷണൽ ടൗൺ അവിടെ വന്നതും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ ആ ഒരു പ്ലേസിൻ്റെ റിഫ്ലക്ഷൻസൊക്കെ ഒരുപാട് നമുക്ക് കാണുന്നുണ്ട്. And with the outbreak of World War I, he joined the Royal Canadian Air Force, but he did not serve in combat. അദ്ദേഹം വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം റോയൽ കനേഡിയൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. പക്ഷേ അതിൽ അദ്ദേഹത്തിന് അത്ര ഒരു ബെറ്റർമെൻറ്റ് ഉണ്ടായിരുന്നില്ല, സെർവ് ചെയ്യാൻ പറ്റിയില്ല. ഇനി അദ്ദേഹത്തിൻ്റെ 2 അവാർഡ്സ് ഞാനിവിടെ പറയുന്നുണ്ട്. 1949 നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തവണ അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം. ഹീസ് ഡൈഡ് ഫ്രം എ ഹാർട്ട് അറ്റാക്ക് ഓൺ July 6, 1962 റിലേറ്റഡ് ടു എ ഫാൾ ഫ്രം ഹിസ് ഹോഴ്സ് ദ പ്രയർ മന്ത്. അതായത് 1962 ജൂലൈയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഒരു മിയർ ആക്സിഡൻറ്റ് ഉണ്ടായി. അതായത് ഒരു ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഇടയിൽ അദ്ദേഹം താഴെ വീണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഇഞ്ചുറീസ് ഉണ്ടായി. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ പേരിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇനി അടുത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സിലോട്ടാണ് പോകുന്നത്. ദ സൗണ്ട് ആൻഡ് ദ ഫ്യൂറി, ആസ് ഐ ലേ ഡൈയിങ്, ലൈറ്റ് ഇൻ ഓഗസ്റ്റ്. ഇത് 3ഉം ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. മോസ്റ്റ്ലി നെറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ 3ൻ്റെയും തീം സെയിം ആണ്. ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദ അമേരിക്ക, എസ്പെഷ്യലി ഓഫ് സൗത്ത് അമേരിക്ക. അപ്പോൾ സൗത്ത് അമേരിക്കൻ്റെ ഹിസ്റ്ററി, അവരുടെ കൾച്ചേഴ്സ്, ട്രഡീഷൻ, അവരുടെ ഒരു ഇഷ്യൂസ്, അവരുടെ സഫറിങ്സ്, പ്രോബ്ലംസ്, ഇതൊക്കെ തീമാക്കിയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള വർക്ക്സാണ് ഈ കൊടുത്തിട്ടുള്ള 3 ഓക്കെ, ഇനി അടുത്ത 2 ഇതും ഇമ്പോർട്ടൻറ്റ് വർക്ക് തന്നെയാണ്. ബട്ട് ഇതിൻ്റെ തീം എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞതല്ല എന്ന് മാത്രം. അബ്സലം ഇൻ 1936, ദ റിവേഴ്സ്, ഐ തിങ്ക് ലാസ്റ്റ് വന്ന് റേവേഴ്സ്, അതിനാണ് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇഫ് ഐ ഡോണ്ട് തിങ്ക് ഐ എം നോട്ട് ഷുവർ ഓഫ് ദാറ്റ്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ അത് ജാനേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് പ്ലേസ് എഴുതിയിട്ടുണ്ട്, പോയട്രി ഉണ്ട്, എസ്സേസ് ഉണ്ട്, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, സ്ക്രീൻ പ്ലേകളുണ്ട്, നോവൽസ് ഉണ്ട്. എല്ലാ ജാനേഴ്സിലും അദ്ദേഹത്തിന് കയ്യൊപ്പുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ് റൈറ്റിങ്സ് ആർ മെയിൻലി ദ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആൻഡ് ടെയിൽസ് ഹേർഡ് ഫ്രം ഹിസ് ആഫ്രോ അമേരിക്കൻ സെർവൻറ്റ്സ് ആൻഡ് ഹി ആഡ്സ് ദ ഇമോഷൻസ് ആൻഡ് തോട്ട്സ് ആൻഡ് ആസ് വെൽ ആസ് ഫീലിങ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചൈൽഡ്ഹുഡിൽ തൻ്റെ ആഫ്രോ അമേരിക്കൻ സെർവൻറ്റ്സ്, ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു സൗത്ത് അമേരിക്കൻ ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അന്ന് അവരുടെ പ്ലാന്റേഷൻസിലൊക്കെ ഉണ്ടായിരുന്ന സ്ലേവ്സ് അല്ലെങ്കിൽ സെർവൻറ്റ്സ് ആരായിരുന്നു? ആഫ്രോ അമേരിക്കൻസ് ആയിരുന്നു. അപ്പോൾ അത്തരം സെർവൻറ്റ്സിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരുപാട് മെമ്മറീസ്, ടെയിൽസ്, അതൊക്കെയാണ് അദ്ദേഹം തൻ്റെ വർക്കിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ആ വർക്കിൻ്റെ കൂടെ തന്നെ അദ്ദേഹം തൻ്റേതായിട്ടുള്ള ഇമോഷൻസും തോട്ടുകളും ഫീലിങ്സും ഇമാജിനേഷൻസൊക്കെ ആഡ് ചെയ്യും. അങ്ങനെ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റായിട്ടുള്ള വർക്കായിട്ടത് പ്രൊഡ്യൂസ്ഡ് ആവും. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ട്രെൻഡുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീംസ് എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൗണ്ട് ആൻഡ് ഫ്യൂറി എന്നുള്ള നോവൽ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഈ ഒരു മൊത്തം തീംസ് നമുക്ക് വേണമെങ്കിൽ അതിൽ കൊണ്ടുവരാം. ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ തീംസും ഒരു പക്ഷേ ആ ഒരൊറ്റ നോവലിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റേസ്, ക്ലാസ്, ജെൻഡർ, ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിമിനേഷൻസ്, ഓക്കെ, ഫെമിനിസം. ഇപ്പോൾ നമ്മളിതിൽ കാഡി എന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഡിൽസെ, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സിൽ നമുക്കിതും റീഡ് ചെയ്യാം. പിന്നെ റിയലിസം, മോഡേണിസം, എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അദ്ദേഹം മോഡേൺ മാനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മോഡേൺ മാൻ്റെ ഡിക്ലൈൻ ഓഫ് മോറൽ വാല്യൂസ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു പോസ്റ്റ് സിവിൽ വാറിന് ശേഷം പോസ്റ്റ് സിവിൽ വാറിന് ഉള്ള ഒരു എഫക്റ്റ്, അവരുടെ ലോസ് ഓഫ് മൊറാലിറ്റി,
അല്ലെങ്കിൽ ലൈഫിനോടുള്ളൊരു സീരിയസ്നെസ് പോയിട്ടുണ്ടാവുക, അവർക്ക് സെൽഫിഷ് ആവുക, അങ്ങനെ ഒരുപാട് കാര്യം മോഡേണിസത്തിൽ അദ്ദേഹം പറയും. അതിലൂടെ മോഡേണിസം ഓഫ് മാനിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ പോസ്റ്റ് മോഡേണിസം, റിറ്റോറിക്, പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ട്രെൻഡ്സ് ആണ്, തീംസ് ഇൻ റൈറ്റിങ്സ് ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് ദേ ലുക്ക് സിമിലർ മീൻസ് ലൈക്ക് ലുക്ക് റിയൽ ഹ്യൂമൻസ്, അതായത് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ്, നമ്മളെ ഇടയിലുള്ള റിയൽ ലൈഫ് ക്യാരക്ടേഴ്സും ഇങ്ങനെ തന്നെയാണല്ലോ എനിക്കിടയിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് തോന്നിപ്പോകുന്നതിൽ നിരക്കുള്ള അത്രയും റിയാലിറ്റി ഉള്ള ക്യാരക്ടേഴ്സാണ് അദ്ദേഹത്തിന് ഉണ്ടാവാറ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മോസ്റ്റ്ലി റെപ്രസെൻ്റ് ചെയ്യുന്നത് അന്നത്തെ ഓൾഡ് സൗത്തിനെ ആയിരുന്നു. ഓൾഡ് സൗത്ത് അമേരിക്കൻ സൊസൈറ്റിയിലെ ജനങ്ങളെയാണ് ഏജ്ഡ് പീപ്പിളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയായിരിക്കും? ഇപ്പോൾ ബൈസാൻഡിയം എന്ന വർക്കിലൊക്കെ W.B. യീറ്റ്സ് പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര കറേജസ് ആണ്, ഷിവാൽറസ് ആണ്. അവരൊരുപാട് സ്ട്രഗിളൊക്കെ എടുത്ത് ഒരുപാട് അവരുടെ നേഷന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്തവരായിരിക്കും. അതുപോലത്തെ ആൾക്കാരാണ് ഏജ്ഡ് ആൾക്കാർ. എന്നാൽ ഇന്നത്തെ യങ് ജനറേഷൻ, അമേരിക്കൻ സൊസൈറ്റിയിലെ യങ് ജനറേഷൻ അല്ലെങ്കിൽ മോഡേൺ മാൻ എങ്ങനെയാണ്? പോസ്റ്റ് വാറിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് അല്ലേ. വേസ്റ്റ് ലാൻഡിൽ T.S. എലിയറ്റ് പറഞ്ഞ പോലെ അവരുടെ മോറൽ വാല്യൂസൊക്കെ ഡിക്ലൈൻഡ് ആയിട്ടുണ്ട്. മോറൽ വാല്യൂസ് ഒന്നുമില്ല. വുമൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് അവരുടെ വിർജിനിറ്റി, പ്യൂരിറ്റി അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല, അതിനൊന്നും വാല്യൂ കൊടുക്കുന്നില്ല. അങ്ങനെയാണ് അവരുടെ സെക്ഷൽ പെർസവറൻസ് എന്ന് പറയില്ലേ, അതിനൊന്നും അവർ ഇമ്പോർട്ടൻസേ കൊടുക്കുന്നില്ല. ലൈഫിന് തന്നെ ഇമ്പോർട്ടൻ്റ് ഇല്ല. അവർക്ക് ഹോപ്പില്ല, ഫെയ്ത്ത് ഇല്ല. റിലീജിയസ് ഹോപ്പ്, റിലീജിയസ് ഫെയ്ത്ത് അതൊക്കെ നഷ്ടമായി. അങ്ങനെ ഒരു സൊസൈറ്റി, അതാണ് യങ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, His many characters and incidents have double meanings as well as serve symbols. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് ആയാലും ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയാലും അതിനൊക്കെ ഒരു ഡബിൾ മീനിങ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതൊക്കെ ഒരു സിമ്പിളായിട്ട് നമുക്ക് കാണാം. ആ ഒരു വർക്കിൻ്റെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഡബിൾ മീനിങ് ഒക്കെ എടുക്കാൻ പറ്റും. ഇനി ഈ നോവലിനെ പറ്റിയൊരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ കീ ഫാക്ടേഴ്സ് എന്നൊക്കെ പറയാം. ഇതിൽ പറയുകയാണെങ്കിൽ ഇതൊരു നോവലാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ വില്യം ഫോക്നർ. ഇതിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് സ്റ്റൈൽ നമുക്ക് കാണാം. അങ്ങനെ റീഡിങ് ഇതിൽ നിന്ന് കാണാം. കാരണം ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോംസൺ ഫാമിലിയെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു നോവൽ പറയുന്നത്. ഈ കോംസൺ ഫാമിലിയിലെ ഫാദർ, മദർ, അവിടുത്തെ സെർവൻറ്റ്, അതുപോലെ തന്നെ അവിടുത്തെ 4 മക്കൾ, 3 ആമക്കളും 3 ബ്രദേഴ്സും ഒരു സിസ്റ്ററും, ഇവരുടെയൊക്കെ ഒരു ലൈഫ് ഹാപ്പനിങ് സീരീസ് അതൊക്കെയാണ് ഈ ഒരു നോവലിലൂടെ പറയുന്നത്. പിന്നെ അടുത്തത് അമേരിക്കൻ ഹിസ്റ്ററി ആൻഡ് എഫക്റ്റ് ഓഫ് സിവിൽ വാർ, അബോളിഷൻ ഓഫ് സ്ലേവറി. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു നോവലിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഹിസ്റ്ററി ഓഫ് അമേരിക്ക അല്ലേ, അമേരിക്കൻ ഹിസ്റ്ററിയാണ് ഇവിടെ കാണിക്കുന്നത്. എസ്പെഷ്യലി ആഫ്റ്റർ ദ സിവിൽ വാറിന് ശേഷം അബോളിഷൻ ഓഫ് സ്ലേവറി ഉണ്ടായി. നോർത്തേൺ സ്റ്റേറ്റിൻ്റെ ഡിക്ലറേഷൻ പ്രകാരം അവർക്കാണ്, അവരുടെ ഭാഗത്താണ് വിജയമുണ്ടായത്. അങ്ങനെ സ്ലേവറി അബോളിഷൻ ആയതോടുകൂടി സദേൺ സ്റ്റേറ്റിലെ ആൾക്കാർക്ക് അവരുടെ പ്ലാന്റേഷൻസിൽ ഒരുപാട് ഡിക്ലൈൻ വന്നു. കാരണം എന്താണ്? അവർക്ക് വർക്കേഴ്സിൻ്റെ ലാക്ക് വന്നു, വർക്കേഴ്സിന് കിട്ടാതെ. പിന്നെ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഡൗൺഫാൾ വന്നു അല്ലേ. അതാണ് ഈ ഒരു നോവലിൽ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഒരു ഈവൻ ദോ ഹീ ഈസ് ഫ്രം എ സൗത്ത് സ്റ്റേറ്റ് അല്ലേ, അമേരിക്കയുടെ സൗത്ത് സൈഡിൽ നിന്ന് വന്നതാണെങ്കിൽ കൂടി അദ്ദേഹം ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് വുമണാണ്. ആ ഒരു കോംസൺ ഫാമിലിയിൽ എല്ലാവരും സൗത്ത് സ്റ്റേറ്റിലുള്ളവരാണെങ്കിൽ കൂടി അതിൽ അവിടുത്തെ കുക്ക് എന്ന് പറയാം, അവിടുത്തെ സെർവൻറ്റ് എന്ന് പറയുന്നത് ദിൽസി. ഷീ ഈസ് എ ബ്ലാക്ക് കുക്ക്. അവളുടെ ഒരു ക്യാരക്ടറാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അത് നമുക്ക് ക്യാരക്ടർ അനാലിസിസ് പറയുമ്പോൾ അവിടെ കാണിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ടൈറ്റിലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ദ സൗണ്ട് ആൻഡ് ഫ്യൂറി. ഈ ഒരു ടൈറ്റിൽ ഒരു റെഫറൻസാണ്. ആക്ച്വലി ഇറ്റ് ഈസ് എൻ അല്യൂഷൻ. ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ള ടൈറ്റിലാണ്. റെഫറൻസ് അല്ലെങ്കിൽ അല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ വർക്കിൽ ആൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ളൊരു സാധനം.
ആ ഒരു കാര്യം നമ്മളിപ്പോൾ നമുക്ക് ടി.എസ്. എലിയറ്റിൻ്റെ ബേസ് ലാൻഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് അല്യൂഷൻസ് ഉണ്ട്. ആ ഒരു പോം വെറും അല്യൂഷനാണ്. നമ്മൾ അല്യൂഷൻ മാർക്ക് ചെയ്തിട്ട് റെഡ് കളറിലൊക്കെ മാർക്ക് ചെയ്ത് എഴുതുകയാണെങ്കിൽ അതിൽ വെറും അല്യൂഷൻസ് മാത്രമേ കാണുള്ളൂ. അതുപോലെ ഈ ഒരു ടൈറ്റിലും നമുക്ക് അല്യൂഷനാണ്. ഫ്രം വില്യം ഷേക്സ്പിയേഴ്സ് ട്രാജിക് പ്ലേ മാക്ബത്ത്. വില്യം ഷേക്സ്പിയറിൻ്റെ ട്രാജിക് പ്ലേ ആയിട്ടുള്ള മാക്ബത്തിൽ നിന്നാണ് ഇതിൻ്റെ അല്യൂഷൻ അല്ലെങ്കിൽ റെഫറൻസ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, വില്യം ഫോക്നർ ഈസ് ആൾസോ കാൾഡ് ആസ് അമേരിക്കൻ ഷേക്സ്പിയർ. അതെന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്, ഇതൊരു നെറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അദ്ദേഹത്തിന് അമേരിക്കൻ ഷേക്സ്പിയർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ബിക്കോസ് വി കുഡ് സീ മോസ്റ്റ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഷേക്സ്പിയർ ഇൻ ഹിസ് വർക്ക് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ടൈറ്റിൽ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽ തന്നെ നമ്മൾ ഷേക്സ്പിയറിൻ്റെ റെഫറൻസ് കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷേക്സ്പീരിയൻ ഇൻഫ്ലുവൻസുകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിൽ, ഫോക്നറിൻ്റെ വർക്കിൽ കാണാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അമേരിക്കൻ ഷേക്സ്പിയർ എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇവരുടെ ഷേക്സ്പിയറിൻ്റെ ട്രാജഡി പ്ലേയിൽ അല്ലേ, മാക്ബത്ത് എന്ന പ്ലേയിലാണ്. അത് എവിടെയാണ്? ആക്ട് 5 സീൻ 5 നമുക്കൊരു സോളിലോഗി ഉണ്ട്. മാക്ബത്ത് എന്ന ക്യാരക്ടർ, ദ ട്രാജിക് കിങ് അല്ലേ, അദ്ദേഹം പറയുന്ന ഒരു സോളിലോഗി ഉണ്ട്. ആ സോളിലോഗിയിൽ നിന്നാണ് ഈ ഒരു ടൈറ്റിൽ വരുന്നത്. അത് നമുക്കൊന്ന് വായിക്കാം. ഞാനിവിടെ ഫുൾ എഴുതിയിട്ടില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഭാഗം. ഈ ഒരു സോളിലോഗിനെ അറിയപ്പെടുന്നത് ടുമോറോ ആൻഡ് ടുമോറോ ആൻഡ് ടുമോറോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഈ ഒരു ടുമോറോ എന്ന് അടിച്ചെടുത്താൽ തന്നെ ആ ഒരു സോളിലോഗി നിങ്ങൾക്ക് ഫുള്ള് കിട്ടും, അതിൻ്റെ അനാലിസിസും കിട്ടും. ഇതിൽ ഞാൻ ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലെറ്റ് മീ റീഡ് ഇറ്റ്. ടുമോറോ ആൻഡ് ടുമോറോ ആൻഡ് ടുമോറോ creeps in his petty pace from day to day to the last syllable of recorded time, and all our yesterdays have lighted fools the way to dusty death. Out, out, brief candle, let's but a walking shadow, a poor player that stirs and frets his hour upon the stage, and then is heard no more. It is a tale told by an idiot, full of sound and fury, signifying nothing. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സോളിലോഗിയിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫുൾ മീനിങ് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഒരു സോളിലോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫ് ഈസ് മീനിങ്ലെസ് ആൻഡ് നത്തിങ് ബട്ട് എ ഷാഡോ ഓഫ് വാട്ട് ഈസ് റിയൽ. ലൈഫ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്, അർത്ഥശൂന്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഒന്നുമല്ല ലൈഫ്. ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ ആയിട്ടുള്ള എന്തോ ഒന്നിൻ്റെ ഒരു ഷാഡോ മാത്രമാണ്, നിഴൽ മാത്രമാണ്. അവിടെ തന്നെ നമുക്കതിൻ്റെ ആ ഒരു ഇത് കാണാം അല്ലേ. ഷാഡോ എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള എന്തോ ഒന്നിൻ്റെ ഷാഡോ, അവിടെ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫ്. റിയാലിറ്റി ഇല്ല, എന്തൊക്കെയോ ഷാഡോസ് മാത്രം, റിയാലിറ്റിയുടെ ഷാഡോസ് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമുക്കറിയാം ഫോക്നർ ഈ ഒരു ഇതിൽ, ഫോക്നർ ഈസ് ആക്ച്വലി സജസ്റ്റിംഗ് ദാറ്റ് ദ ആക്ഷൻസ് performed by the modern man are only shadows when compared with that the greater actions performed by the men of the past. അത് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഏജ്ഡ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ പാസ്റ്റിൽ അവർ ചെയ്തിട്ടുള്ള ഒരുപാട് ഷിവാൽറിയസും കറേജസും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അവർ സഫർ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ യങ് മോഡേൺ മാൻ വെറും ഷാഡോസാണ്. അവരുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് ഷാഡോസാണ്, അത് കാണില്ല. പാസ്റ്റിൽ അവരുടേത് റിയൽ ലൈഫായിരുന്നെങ്കിൽ അതിൻ്റെ വെറും മിയർ ഷാഡോസ് മാത്രമാണ് മോഡേൺ മാൻ്റെ ആക്ഷൻസ് എന്നാണ് ഫോക്നർ ഈ ഒരു ടൈറ്റിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൾസോ മോഡേൺ മാന് അവർ ഇനാഡിക്വേറ്റ് ആണ്. ദേ കനോട്ട് കോപ്പ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ലൈഫ്. അവരുടെ ഇനാഡിക്വേറ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫിൻ്റെ പ്രോബ്ലംസിനെ സെർവ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഇന്നത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമല്ല, പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല, അവരങ്ങനെ ആയിപ്പോയി. അവരെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ചെറിയ സില്ലി കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസൊക്കെ വലിയ കാര്യമാക്കി എടുത്തിട്ട് അവർക്ക് അതൊന്നും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവില്ല. അപ്പം നമ്മൾ ഈ ഒരു നോവൽ കാണുകയാണെങ്കിൽ നമുക്കിതിൽ ക്യാരക്ടേഴ്സ് അറിയാം. ഇതിൽ
ക്വെൻറ്റിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, എൽഡസ്റ്റ് സൺ ഓഫ് ദാറ്റ് ഫാമിലി. ഹീ ഈസ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത്? ബിക്കോസ് ഹീ കനോട്ട് ഫേസ് ദ സൊസൈറ്റി. ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഇല്ലാതായിപ്പോയി. പിന്നെ വേറൊരു ബ്രദറുണ്ട്, ജെയ്സൺ. ജെയ്സൺ എന്ന് പറഞ്ഞാൽ അവൻ വേറൊരു സ്വഭാവമാണ്, ഫുൾ സെൽഫിഷാണ്. അവന് പ്രത്യേകിച്ച് വേറൊരാളുടെ ഇമോഷനോ സിമ്പത്തിയോ ഒന്നുമില്ല. അവൻ്റെ കാര്യം എന്ത് മാത്രം, പൈസ പൈസ എന്നുള്ള അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഇല്ല ആൾ. പിന്നെ ഒരുത്തനുണ്ട് ബെഞ്ചി, ദ സ്മോളർ വൺ. അവനെന്ന് പറഞ്ഞാൽ ലൈഫിന് സീരിയസ്നെസ്സേ കൊടുക്കാത്ത ഒരാളാണ്, ഒരു ഇഡിയറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇറ്റ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ഇതിനും ഒരു റെഫറൻസ് നമുക്ക് കാണാം. കാരണം ഇതിൽ നമുക്ക് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യമാണ്, ഇതിൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഓരോ ചാപ്റ്റേഴ്സും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഒരു വോയിസ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു നോവൽ തുടങ്ങുന്ന ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പറയുന്നത് ആരാണ്? ബെഞ്ചിയാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കാം. കാരണം ഫോക്നർ ബെഞ്ചിയെ ഒരു ഇഡിയറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഇഡിയറ്റാണ് അവർ, ഒരു ട്രാൻസ് വേൾഡിൽ ജീവിക്കുന്ന ആളാണ്, മെൻ്റലി ഡിസേബിൾഡ് അല്ലെങ്കിൽ മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു ലൈഫിനോടൊരു സീരിയസ്നെസ് ഇല്ല, മൊറാലിറ്റി ഒന്നും വാല്യൂ കൊടുക്കാത്തൊരു കുട്ടി, അങ്ങനെ ഒരു ക്യാരക്ടർ. ഇവിടെ സിഗ്നിഫൈങ് നത്തിങ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് മീനിങ്ലെസ്, ലൈഫിൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് മീനിങ്ലെസ് എന്നൊരു ഇതാണ് നമുക്കിന്ന് കാണുന്നത്. അപ്പോൾ ഇതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ മോഡേൺ മെന്നാണ്. ദേ ഓൺലി സീ ദ ഷാഡോസ് ഓഫ് ലൈഫ് ആൻഡ് ദേ കനോട്ട് സീ ദ റിയാലിറ്റീസ്. അതാണ് ഈ ഒരു വെരി ടൈറ്റിലൂടെ തന്നെ അദ്ദേഹം ഇതിൻ്റെ ഒരു മൊത്തം തീമും അല്ലെങ്കിൽ സമ്മറി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന് ആപ്റ്റായിട്ടുള്ള സോളിലോഗി തന്നെയാണ് അദ്ദേഹം യൂസ് ചെയ്തത്. അദ്ദേഹം വെറുതെ ഒരു റെഫറൻസ് ആയിട്ട് എടുത്തതല്ല. ആ ഒരു സോളിലോഗിയിൽ നമുക്കറിയാം മാക്ബത്തിൻ്റെ ക്യാരക്ടർ. മാക്ബത്ത് ആക്ച്വലി മരിക്കുന്നൊന്നുമില്ല, പക്ഷേ മാക്ബത്ത് മരിച്ചതുപോലെയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും അദ്ദേഹത്തിന് ഒരു ഷാഡോ പോലെ, നിഴൽ പോലെ അദ്ദേഹത്തിനെ ഹോണ്ട് ചെയ്യാണ് അല്ലേ മാക്ബത്തിനെ. ആ സോളിലോഗിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം തൻ്റെ ഫാദറിനെ കൊന്നു ക്രൗണിന് വേണ്ടിയിട്ട്. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ കൊല്ലാൻ വരുന്നുണ്ട് എന്നുള്ള ന്യൂസൊക്കെ അദ്ദേഹത്തിന് കേട്ടു. പിന്നെ ലൈഫിലൊരു സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു. പാസ്റ്റിൽ ചെയ്ത തിന്മകൾ ഓർത്തിട്ട് ആ ഒരു തിന്മകൾ അദ്ദേഹത്തെ എപ്പോഴും ഹോണ്ട് ചെയ്യാണ്, ഒരു ഷാഡോ പോലെ, തൻ്റെ നിഴൽ പോലെ ഹോണ്ട് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലൈഫിൽ മീനിങ്ലെസ് ആയി മാറി അല്ലേ, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ മോഡേൺ മാൻ്റെ സിറ്റുവേഷനും എന്നാണ് ഇദ്ദേഹം ഇതിവിടെ ഈ ഒരു ടൈറ്റിലിൻ്റെ റെഫറൻസ് എടുത്തതിലൂടെ കാണിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതിലെ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു കോംസൺ ഫാമിലി. കോംസൺ ഫാമിലി എന്ന് പറയുന്നത് മിസിസിപ്പി എന്ന പ്ലേസിലെ ജെഫേഴ്സൺ എന്ന ടൗണിലാണ് ഈ ഒരു കോംസൺ ഫാമിലി താമസിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ കോംസൺ ഫാമിലിയിൽ മിസ്റ്റർ കോംസൺ, ജേസൺ എന്നതിൻ്റെ ഫാദറിൻ്റെ പേര്, മിസ്സിസ് കോംസൺ അവരുടെ വൈഫ് കാരോലിൻ, പിന്നെ ബെഞ്ചമിൻ കോംസൺ, ക്വെൻറ്റിൻ കോംസൺ ഹു ഈസ് എൽഡസ്റ്റ് വൺ, ജേസൺ കോംസൺ, കാഡി, ഡിൽസെ ഗിബ്സൺ ആണ് ഞാൻ പറഞ്ഞ കുക്ക്, ബ്ലാക്ക് കുക്ക് അല്ലെങ്കിൽ നീഗ്രോ കുക്ക്. പിന്നെ ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിൽസേൻ്റെ ഒരു ഗ്രാൻഡ് സൺ ആണ്, പേരക്കുട്ടി എന്നൊക്കെ പറയില്ല, ഗ്രാൻഡ് സൺ ആണ്. പിന്നെ ഇവിടെ ഞാൻ വിട്ടുപോയതാണ് മിസ് ക്വെൻറ്റിൻ കൂടി ഉണ്ട്. മിസ് ക്വെൻറ്റിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ കാഡി ഇതിൽ പ്രഗ്നൻ്റ് ആവുന്നുണ്ട് ഫോർ എ ബാസ്റ്റർഡ് ചൈൽഡ്. ആ ഒരു ചൈൽഡിൻ്റെ പേരാണ് മിസ് ക്വെൻറ്റിൻ. അത് മിസ് ക്വെൻറ്റിൻ എന്നിടാനുള്ള കാരണമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ മിസ് ക്വെൻറ്റിന് ഇതിലൊരു ക്യാരക്ടറാണ്. പിന്നെ മിസ് ക്വെൻറ്റിന് ഇവിടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാണാം ഇലോപ്പ് ചെയ്യുന്നുണ്ട്, ഒരാളുടെ കൂടെ ഇലോപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അയാളുടെ പേര് ഡാൾട്ടൺ എയിംസ് എന്നാണ്. ലോക്കൽ ജെഫേഴ്സൺ ബോയ് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അവിടെ ജെഫേഴ്സണിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഡാൾട്ടൺ എയിംസ്. അയാളാണ് ഇവരുടെ ഫാദർ. മാറിപ്പോയതാണ്. ഈ മിസ് ക്വെൻറ്റിൻ്റെ ഫാദറാണ് ഡാൾട്ടൺ എയിംസ്. ഇതിൽ എന്ന് ഊഹിക്കുന്നുണ്ട്, കാരണം ഇവിടെ ഈ കുട്ടിയുടെ ഫാദറിനെ റിവീൽ ചെയ്യുന്നില്ല, അതായിരിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ക്യാരക്ടറിൻ്റെ പേരില്ല, ഈ മിസ് ക്വെൻറ്റിൻ ഇലോപ്പ് ചെയ്ത് പോകുന്നത് ഒരു ട്രാവലിംഗ് ഷോ നടത്തുന്ന ഒരാളുടെ കൂടെ ഇലോപ്പ് ചെയ്ത് പോകുന്ന ആളുടെ നെയിം ഇവിടെ പറയുന്നില്ല.
Novel set in Compson family in the town of Jefferson of Mississippi, and the novel has 4 chapters and each section is narrated from a person's narrative. അപ്പോൾ ഈ ഒരു നോവലിൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ സെക്ഷൻ അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സും ഓരോ പേഴ്സണാണ് നരേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ നരേറ്റീവ് ഒരു പേഴ്സൻ്റെ വോയിസിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ 4 ചാപ്റ്റേഴ്സിന് അതിൽ 4th ചാപ്റ്റർ മാത്രമാണ് ഫോക്നർ തൻ്റെ വോയിസിൽ പറയുന്നത്, നരേറ്റ് ചെയ്യുന്നത്. അതർ 3 ചാപ്റ്റേഴ്സ് ആർ ഇൻ ദ വോയിസ് ഓഫ് ദി 3 ബോയ്സ് ഓഫ് ദാറ്റ് ഫാമിലി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കോംസൺ ഫാമിലീനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു നോവലാണിത്. ഇതിൽ ഫോക്നർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ള മോഡേണിസം ആൻഡ് മോഡേൺ മാൻ ആണ്. ആൾസോ അബൌട്ട് ദ സഫറിങ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദി സൗത്ത് സ്റ്റേറ്റ് ഓഫ് മിസിസിപ്പി. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലോട്ടാണ്. ഫസ്റ്റ് ചാപ്റ്റർ നരേഷൻ ചെയ്യുന്നത് ബെഞ്ചിയാണ്. അത് 1928 ഏപ്രിലാണ്. സെക്കൻഡ് ചാപ്റ്റർ നരേഷൻ ഓക്കെ, അതിൻ്റെ മുമ്പ് ബെഞ്ചിയാണെന്ന് പറഞ്ഞു. ഇത് തുടങ്ങുന്നത് ബെഞ്ചിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നാണ്. 33 ഇയേഴ്സായി ബെഞ്ചിക്ക്. അന്ന് ഒരു ബർത്ത്ഡേൻ്റെ അന്നാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് വെച്ചിട്ട്, അതാണ് ടെയിൽ ടോൾഡ് ബൈ ഇഡിയറ്റ് എന്നുള്ള ഒരു റെഫറൻസ് നമുക്ക് പറയാം. ഇവിടെ ബെഞ്ചിയുടെ വോയിസിലാണ് പറയുന്നത്. ബെഞ്ചി എന്ന് പറയുമ്പോൾ 33 ഇയേഴ്സ് ആയെങ്കിൽ കൂടി ടൈമിനോ മൊറാലിറ്റിക്കോ ഒന്നും ഒരു സീരിയസ്നെസ് കൊടുക്കാതെ, ഒരു വാല്യൂ കൊടുക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ലൈഫിന് കോൺഷ്യസ്നെസ് ഇല്ല. അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ ഷാഡോ ഓഫ് ലൈഫാണ് അദ്ദേഹത്തിന് ഫുൾ ഉള്ളത്. അപ്പോൾ 1928 ഏപ്രിലാണ് ഇത് നടക്കുന്നത്. ഇനി സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വേറൊരു ബ്രദറാണ് ഇത് നരേഷൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ക്വെൻറ്റിൻ എന്നാണ്. ക്വെൻറ്റിനാണ് ഈ ഒരു ഫാമിലിയിലെ എൽഡസ്റ്റ് സണ്ണ്. ഇത് 1910 ജൂണിലാണ് നടക്കുന്നത്. ക്വെൻറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം കോളേജിലൊക്കെ പോയി അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൾച്ചർ, മൊറാലിറ്റി ഇതിനോടൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ സിവിൽ വാർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന് അതിലൊരു ഡിക്ലൈനൊന്നും വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു പ്യുവറായിട്ടുള്ള നല്ലൊരു ക്യാരക്ടറാണ് ക്വെൻറ്റിൻ. പക്ഷേ ക്വെൻറ്റിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ കറേജിയസ് അല്ല. ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു നോവലിലെ ക്യാരക്ടേഴ്സ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അന്നത്തെ മോഡേൺ മാൻ്റെ ക്യാരക്ടേഴ്സ് എന്തായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ മോഡേൺ മാൻ്റെ നെഗറ്റീവ്സ് എന്തായിരുന്നു, അവരുടെ കഴിവുകേടുകൾ എന്തായിരുന്നു എന്ന് ഈച്ച് ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് മനസ്സിലാവും. ബെഞ്ചി അങ്ങനെ ഒരു ട്രാൻസ് മോഡിൽ നടക്കുന്ന ഒരു ആളാണ്. ക്വെൻറ്റിൻ നല്ലൊരാളാണ്, പക്ഷേ ലൈഫിനെ എന്താ പറയുക, പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ സിസ്റ്റർ പ്രഗ്നൻ്റ് ആണെന്നും അതൊരു ബാസ്റ്റേർഡ് ചൈൽഡാണെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ ആ ഒരു പ്രഗ്നൻസിൻ്റെ ഷെയിം ഓഫ് ബാസ്റ്റേർഡ് ചൈൽഡ് എന്ന് പറയാൻ വേണമെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്യണം. അടുത്തുള്ള ചാൾസ് റിവറിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിക്ലൈൻ ഓഫ് ക്യാരക്ടർ കാണിക്കുന്നത്. ഓക്കെ, തേർഡ് ചാപ്റ്റർ ജെയ്സൺ എന്ന ബ്രദറാണ് പറയുന്നത്. അത് 1928 ഏപ്രിൽ തന്നെയാണ്. ബെഞ്ചിയുടെ ആ ഒരു സെയിം ടൈമാണ്. നമുക്കറിയാം ഇതൊരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ തുടങ്ങിയിട്ട് അടുത്തതിലിങ്ങനെ പോയിട്ടുള്ളതല്ല, കണ്ടിന്യൂറ്റി അല്ല. ഇത് ആകെ ഒരു ഷഫിൾഡ് മാനറിലാണ്. പക്ഷേ എന്നാൽ കൂടി ആ ഒരു ഷഫിൾഡ് ആയിട്ടുള്ള കാര്യത്തിലൂടെയാണ് അദ്ദേഹം അന്നത്തെ മോഡേൺ സൊസൈറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. 1928 ഏപ്രിലാണെങ്കിൽ കൂടി ബെഞ്ചിയുടെ ഒരു ഡേ ബിഫോറിലാണ് അല്ലേ, ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടില്ല, ഇയറും മന്തേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബെഞ്ചി സംസാരിച്ച നരേഷൻ്റെ തലേ ദിവസം, ഇത് ബെഞ്ചിയുടെ ബർത്ത്ഡേൻ്റെ തലേന്നായിരിക്കും ഈ ഒരു നരേഷൻ. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോക്നറാണ്. ഈ ഒരു നോവലിൻ്റെ ഓഥർ തന്നെയാണ്. 1928 ഏപ്രിൽ, അതായത് 2 days ആഫ്റ്റർ ജെയ്സൻ്റെ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു നരേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിൽ ഫോക്നറിൻ്റെ നരേഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം അദ്ദേഹം മോർ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ലവബിൾ ക്യാരക്ടറായിട്ട് പറയുന്നത് നീഗ്രോ കുക്കിനെ കുറിച്ചിട്ടാണ്. കാരണം സിവിൽ വാറിന് ശേഷം ഫാമിലി ആകെ ഷഫിൾഡായി, ആകെ ഡിക്ലൈൻഡായി, അവർക്ക് ഒരു ബെറ്റർ ലൈഫ് ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഫാമിലിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫാമിലിയിലെ കാഡി എന്ന സിസ്റ്ററാണ് ഈ ഒരു ബ്രദേഴ്സിനെ നോക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്തത്.
അല്ലെങ്കിൽ ഈ ഒരു സെർവൻ്റാണ് നോക്കിയിട്ടുള്ളത്. അവിടെ മദർ ഉണ്ട്, പക്ഷെ എന്താണ് മദറും ഫാദറും ഒരു വേറെ അവസ്ഥയിലാണ്. അവർ ഫെയിലിയേഴ്സ് താങ്ങാൻ പറ്റാതെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് കുട്ടികളെ നോക്കാനോ ശ്രദ്ധിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലൊന്നുമല്ല. അപ്പോൾ അവരെ നോക്കിയിരുന്നത് ഈ ഒരു സിസ്റ്റർ കാഡി, അതുപോലെ തന്നെ ഈ ഒരു സെർവൻ്റാണ്. അത് ഒരു നല്ല എന്താ പറയുക, അന്നത്തെ ഒരു വുമൻ്റെ ക്യാരക്ടറായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. പിന്നെ കാഡി എന്ന് പറയുന്നത് ഇവൻ ദോ ദെയർ ഫാമിലി ഈസ് അവരുടെ ഫാമിലി ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ കൂടി അവർക്ക് സമാധാനം കൊടുക്കാനും ഒരു പീസ് കൊണ്ടുവന്ന് സമാധാനം കൊടുത്ത് ഒരു ഓർഡറിൽ അവരുടെ ലൈഫൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ആരാണ്? ഡിൽസിയാണ്. പക്ഷേ ഡിൽസി ആരാണ്? ഷീസ് എ നീഗ്രോ കുക്കാണ്. അവർക്ക് സിവിൽ വാറിന് ശേഷം ഫ്രീഡം കിട്ടി അല്ലേ, അബോളിഷൻ ഓഫ് സ്ലേവറി ഉണ്ട്. എന്നിട്ട് പോലും തൻ്റെ ഫോർ ഫാദേഴ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ദിൽസി അവരെ സേവിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ദിൽസിനെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് കാണിക്കുന്നത്. ഇനി നമുക്കിതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റുകൾ പറയാം, അല്ലെങ്കിൽ അന്നത്തെ ലൈഫിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെ മൊത്തം പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ദ ഫാമിലി ലോസ് ദെയർ ഹോപ്പ് ആൻഡ് ഫെയ്ത്ത് ഇൻ റിലീജിയൻ ആൻഡ് സിറ്റി. അവരുടെ സിറ്റിയിലും റിലീജിയനിലൊക്കെ ഫെയ്ത്തും ഹോപ്പൊക്കെ നഷ്ടപ്പെട്ടു ഈ സിവിൽ വാറിന് ശേഷം. കാരണം അവർ ഫുൾ ഡിസ്റ്റർബ്ഡാണ്, അവരുടെ ലൈഫ് ആകെ മെസ്ഡായി. പിന്നെ കാഡിയുടെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി 3 men അവരുടെ കാര്യം പറഞ്ഞു. ബെഞ്ചി അങ്ങനെ ഒരു ട്രാൻസ് മൂലാണ്, സീരിയസ് ലൈഫില്ലാത്ത ഒരാളാണ്. ജെയ്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആളാണ്. ജെയ്സന് ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്, ഒരു സപ്ലൈ സ്റ്റോറിൽ. എന്നിട്ട് അവിടെ അദ്ദേഹത്തിന് പൈസ വേണം, അദ്ദേഹത്തിൻ്റെ പ്ലാന്റേഷനൊന്നും ശരിക്കും പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഒരുപാട് മണി സ്റ്റീൽ ചെയ്യുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം സേവ് ചെയ്യുന്നുണ്ട് തൻ്റെ ആവശ്യത്തിന് എടുക്കാം. അത് ഫാമിലിയിൽ യൂസ് ചെയ്യുന്നൊന്നുമില്ല, തൻ്റേതായിട്ട് ആവശ്യത്തിന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് സേവ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാഡി പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. ഈ കാഡി പ്രഗ്നൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം അവൾ ആരോടും റിവീൽ ചെയ്യുന്നില്ല. ഇത് കാണിക്കുന്നത് അന്നത്തെ വുമൻ്റെ ക്യാരക്ടറാണ്. ദേ ആർ നോട്ട് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു വെർജിനിറ്റി അല്ലെങ്കിൽ പ്യൂരിറ്റി, അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. മാരീഡ് ആവാതെ തന്നെ പ്രഗ്നൻ്റ് ആവുന്നൊരു കേസാണ് നമുക്കിതിവിടെ കാണുന്നത്. അപ്പോൾ അവളെന്താ ചെയ്യുന്നത്, ഈ ഒരു സീക്രട്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാങ്കറായിട്ടുള്ള ഹെർബർട്ട് ഹെഡിനെ മാരി ചെയ്യാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഇയാൾ അതിലൂടെ എന്നിട്ട് അദ്ദേഹം മാരി ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല ജെയ്സണ് അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ ജോലി കൊടുത്തിട്ടും ഉണ്ടാവും. പക്ഷേ ലേറ്റർ ഹി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷി വാസ് പ്രഗ്നൻറ്റ് ബൈ അനദർ മാൻ. വേറൊരാൾ വഴി ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇവളെ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജെയ്സൻ്റെ ജോലി റിസൈൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഫാമിലി ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ്. പിന്നെ കാഡിയുടെ കേസ്, ജെയ്സൻ്റെ പ്രോബ്ലംസ് എല്ലാം കൂടി ആയപ്പോൾ ആർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല, ക്വെൻറ്റിന്. ക്വെൻറ്റിൻ മോർ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അത് അദ്ദേഹത്തിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഡെസ്പായി അദ്ദേഹം എന്താക്കി, ഫിനാൻഷ്യലി മെൻ്റലി ഒക്കെ ഡിസ്ട്രക്റ്റഡാണ്. എല്ലാ ഇഷ്യൂസും അല്ലെങ്കിൽ ഫാമിലീൻ്റെ ഡൗൺഫാൾ അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം ഒരു നിയർ ബൈ ചാൾസ് എന്നൊരു റിവർ ഉണ്ട്, അവിടെ പോയിട്ട് സൂയിസൈഡ് ചെയ്യാണ്. ലേറ്റർ കാഡി ഗീവ് ബർത്ത് ടു എ ഗേൾ, ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. ആ പെൺകുട്ടിക്ക് മിസ് ക്വെൻറ്റിൻ എന്ന് പേരിട്ടു. ഓക്കെ, പിന്നെ കാണിക്കുന്നത് മിസ് ക്വെൻറ്റിൻ്റെ ഗ്രോത്താണ്. പിന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ആരെ ഷോൾഡറിൽ വന്നു, ഡിൽസിൻ്റെ ഷോൾഡറിൽ വന്നു. കാരണം ഉള്ള മക്കളിൽ ആകെ കാര്യബോധമുള്ളത് ക്വെൻറ്റിനായിരുന്നു. പക്ഷേ ക്വെൻറ്റിന് ഇങ്ങനെ മരണപ്പെട്ടു. പിന്നെ ഉള്ളത് കാഡിയാണ്. കാഡി ഈസ് വിത്ത് ഹർ ചൈൽഡ്. ആ ഒരു ചൈൽഡിനെ കൂടി ഇപ്പോൾ ഡിൽസിക്ക് നീഗ്രോ കുക്കിന് നോക്കേണ്ട ഒരു അവസ്ഥയാണ്. ഫാദർ ആൻഡ് മദർ ഓൾറെഡി ട്രാൻസിലാണ്, അവർ നോക്കണം. പിന്നെ ബെഞ്ചിയെ നോക്കണം, ജെയ്സണ് നോക്കുക മീൻസ് അവർക്ക് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈ മിസ് ക്വെൻറ്റിനെ നോക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ആൽക്കഹോളിക് അഡിക്റ്റായി മാറി ഫാദർ. അങ്ങനെ ഫാദർ കോംസൺ അല്ലേ, മിസ്റ്റർ കോംസൺ എന്തായി, മരിച്ചു പോവാണ്. അപ്പോൾ പിന്നീട് ഈ ഒരു ഫാമിലിയുടെ ഉത്തരവാദിത്വം മുഴുവൻ ജെയ്സൻ്റെ ഷോൾഡറിലാണ് വന്നത്. അങ്ങനെ അദ്ദേഹം മോഷ്ടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് സപ്ലൈ സ്റ്റോറിൽ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഫാമിലിയിൽ ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല, തൻ്റെ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സേവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ മിസ് ക്വെൻറ്റിന് വളർന്നു വരുമ്പോൾ മിസ് ക്വെൻറ്റിനും അതുപോലെ തന്നെ ജെയ്സണും നല്ല രീതിക്കായിരുന്നില്ല. അവരെപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരുന്നു, അവർ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല.
അവരെപ്പോഴും അൺഹാപ്പി ആയിട്ട് അങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെ നമുക്ക് കാണാം ഇതിൻ്റെ ലാസ്റ്റ്, ഈ ഒരു നോവലിൻ്റെ ലാസ്റ്റിൽ നമുക്ക് കാണാം മിസ് ക്വെൻറ്റിൻ ഒരു മാൻ ഫ്രം ട്രാവലിംഗ് ഷോ എന്നാണ് ഇതിൽ പറയുന്നത്. അയാളുടെ നെയിം റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. അയാളുടെ കൂടെ ഇവൾ ഇലോപ്പ് ചെയ്യുന്നുണ്ട്, ചാടിപ്പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഈസ്റ്റർ ഡേ, സൺഡേയിലെ ഒരു ഈസ്റ്റർ ഡേയിലാണ് ഇലോപ്പ് ചെയ്ത് പോകുന്നത്. വെറുതെ പോവുമല്ല, ജെയ്സൺ തൻ്റെ അങ്കിളായിട്ടുള്ള ജെയ്സൺ കളക്ട് ചെയ്തിട്ടുള്ള $1000 വില വരുന്ന പൈസ എടുത്തിട്ടാണ് ഈ മിസ് ക്വെൻറ്റിൻ ഇയാളുടെ കൂടെ ഇലോപ്പ് ചെയ്ത് പോകുന്നത്. പക്ഷെ എന്താണ്, ജെയ്സൺ ഒരിക്കലും ഇത് പോലീസിൽ പറയാൻ പറ്റില്ല, കാരണം അത് മോഷ്ടിച്ച പൈസയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഴ്സൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന് ആകെ ഡിസ്റ്റർബ്ഡ് ആവും, പിന്നെ വേറെ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം സൈലൻ്റായി നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം ഉള്ളിലൂടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എവിടെയാണ് ഇവൾ എന്നൊക്കെയുള്ള അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഈസ്റ്റർ ഡേൻ്റെ സിംബോളിസം നമുക്ക് കാണാം. ഓക്കെ, ഈ ഒരു ഈസ്റ്റർ ഡേൻ്റെ സിംബോളിസം എന്ന് പറയുന്നത്, ഇതിന് മുമ്പായിട്ട് ഇവിടെ കറപ്ഷൻ ഓഫ് സദേൺ അരിസ്റ്റോക്രാറ്റിക് വാല്യൂസ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കറപ്ഷനാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു 19th സെഞ്ച്വറിയിൽ ഒരു ചേഞ്ച് വന്നതെന്ന് പറഞ്ഞാൽ സൗത്ത് അരിസ്റ്റോക്രാറ്റിക് വാല്യൂസൊക്കെ അവരുടെ മൊറാലിറ്റിയൊക്കെ നഷ്ടമായി. പിന്നെ ഈ നോവലിലൂടെ മെയിനായിട്ട് പറയുന്നത് അതാണ്, മൊറാലിറ്റിയുടെ ലോസ്. ഒരു ഐഡിയൽ മെൻ എന്തായിരിക്കണം, അന്നത്തെ ആൾക്കാർ പറയുന്നത് ഐഡിയൽ മാൻ, ഒരു പെർഫെക്റ്റ് മാൻ എന്ന് പറയുമ്പോൾ ഷിവാൽറസ്, കറേജിയസ് ഒക്കെ, മോറൽ സ്ട്രെങ്ത് ഒക്കെ ഉള്ള ഒരാണായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ഐഡിയൽ മാൻ, ഒരു പെർഫെക്റ്റ് മാൻ്റെ ക്യാരക്ടർ നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇതിലെ ഒറ്റ മെയിൽ ക്യാരക്ടേഴ്സ്, കോംസൺ അല്ലാത്ത മറ്റ് മെയിൽ ക്യാരക്ടേഴ്സ്, ബ്രദേഴ്സൊന്നും മാരി ചെയ്യുക, അല്ലെങ്കിൽ മാരേജ് എന്ന ഒരു ലൈഫിൻ്റെ ട്രൂത്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നോ, മറ്റൊരു ഗേളിനോട് ഒരു ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ തോന്നുക, അങ്ങനത്തെ ഒരു ലവിൻ്റെ ഒരു സിമ്പിൾസ് ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. പിന്നെ ഇതിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ണ് മദറാണ്. മദർ, ഷീ ഈസ് നോട്ട് ടേക്ക് കെയറിങ് ഓഫ് ഹർ ചിൽഡ്രൻ. പിന്നെ ആരാണ്, കാഡിയാണ്. കാഡി ഈസ് പ്യൂരിറ്റി, വിർജിനിറ്റി, അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്ന് അവളുടെ പ്രഗ്നൻസിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളത് ഡിൽസിയാണ്. ഡിൽസി ലവബിൾ ക്യാരക്ടർ, മോസ്റ്റ് ലവബിൾ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ അവിടെ ആ ഒരു ഫാമിലിയിൽ സമാധാനം കൊണ്ടുവരാനും ആ ഒരു ഫാമിലിക്ക് ഒരു ഓർഡറൊക്കെ, അല്ലെങ്കിൽ ആ ഫാമിലി ഒരു ഓർഡറിൽ കൊണ്ട് നടക്കാനും ഒക്കെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ കഴിവുള്ളത് ഡിൽസിക്ക് മാത്രമാണ്. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് മിസ്സിസ് ക്വെൻറ്റിന് ഇതുപോലെ തന്നെ അവൾ വളർന്നു വന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം അവളും ഫാമിലി വാല്യൂസ് ഒന്നും കൊടുക്കാത്ത ഒരു കുട്ടിയായി മാറി അവളും അങ്ങനെ ഇലോപ്പ് ചെയ്ത് പോയി. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു കറപ്ഷൻ ഓഫ് ഫാമിലി, ഈ ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഈസ്റ്റർ ഡേൻ്റെ സിംബോളിസം. ഈസ്റ്റർ ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു ദിവസമാണ് അല്ലേ. അത് ക്രൈസ്റ്റിൻ്റെ റിസറക്ഷൻ ഒക്കെ പറയുന്ന ഒരു ദിവസമാണ്. അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവന്തോ ഇത്രയും ഒരു ബുദ്ധിമുട്ടിലൂടെയും മൊറാലിറ്റി ഇല്ലാതെ അങ്ങനെ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ലൈഫിലൂടെ പോയിട്ടുണ്ടെങ്കിൽ കൂടി ലാസ്റ്റ് ഈസ്റ്ററിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡിൽസി ഈ ഒരു ബെഞ്ചി അതുപോലെ തന്നെ അവളുടെ ഫാമിലിയൊക്കെ വിളിച്ചിട്ട് ചർച്ചിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈസ്റ്റർ ഡേയിൽ. അത് കാണിക്കുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെ ഇഷ്യൂസും പ്രോബ്ലംസും ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് അവിടെ കാണിക്കുന്നത്. ആ ഈസ്റ്റർ ഡേ എന്ന സിമ്പലിലൂടെ എന്താണ്, അവർക്ക് സാൽവേഷനും ഹോപ്പും കിട്ടാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ദൈവത്തിലേക്ക് മടങ്ങിയാൽ അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈസ്റ്റർ ഡേ എന്ന സിമ്പലിലൂടെ ഈ ഒരു നോവലിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോവൽ എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു നോവലാണ്, പക്ഷേ അതിൽ ഒരു സിമ്പിളായിട്ടുള്ള നോവലിലൂടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറ്റു വീഡിയോസൊക്കെ കാണണം. ഓക്കെ ദെൻ, താങ്ക് യു.